മോളെ, ഇതാരാ വന്നേക്കുന്നേ നോക്കിയേ. ജോർജിന്റെ വിളി കേട്ടതും പെൺപിള്ളേർ മൂന്നും പുറത്തേക്ക് വന്നു. കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടതും ജാൻവിയുടെ മുഖം വിടർന്നു. അവൾ സന്തോഷം കൊണ്ട് മുറ്റത്തേക്ക് ഓടിയിറങ്ങി. അമ്മച്ചി! ഓടി വന്ന അവളെ റീത്ത കെട്ടിപ്പിടിച്ചു. നെറ്റിയിൽ ഉമ്മ വച്ചു. അമ്മച്ചി വരുമെന്ന് വല്യപ്പച്ചൻ പറഞ്ഞില്ല. എനിക്കിത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അവളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം. അത് കണ്ട റീത്തയുടെ മനസ്സ് നിറഞ്ഞു. അവർ സ്നേഹത്തോടെ അവളുടെ കവളിൽ തലോടി. ആഹാ, അങ്ങനെ നിൽക്കുവാണോ? അകത്തേക്ക് വാ മോളെ. സ്നേഹപ്രകടനമൊക്കെ അകത്ത് വന്ന ശേഷം മതി, അറിയാലോ ഒക്കെ. അയാളുടെ കണ്ണുകൾ ചുറ്റുപാടും പാഞ്ഞതും ജാൻവി അവരുടെ കയ്യിൽ പിടിച്ചു. അകത്തേക്ക് കയറി. ആ സമയം ഡ്രസ്സൊക്കെ വാങ്ങി ഇഷാനും കൂട്ടരും പാർക്കിങ്ങിലെത്തി. അവരുടെ പിന്നാലെ എത്തിയ അല്ലുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതിന് വല്ലാത്തൊരു തിളക്കമായിരുന്നു. തറവാട്ടിലെത്തിയ റാഹേൽ എല്ലാം ഒന്ന് ഒതുക്കിയ ശേഷം ജേക്കബിനെ നോക്കി. മോനെ, ഞങ്ങൾ ഔട്ടേഴ്സ് വരെ പോവാ. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നോ. നാളെ വലിയ തിരക്കാവും. ഇപ്പം ആവുമ്പോൾ നന്നായി റെസ്റ്റ് ചെയ്യാം. അങ്കിൾ, അപ്പോ നിങ്ങൾ എന്തിനി ഇങ്ങോട്ട് വരില്ലേ? വരും മോനെ, അതിനി പാതിരാത്രി ആവും. അപ്പോഴേക്ക് നിങ്ങൾ കിടന്നോ. എൻ്റെ അടുത്ത് സ്പെയറുണ്ട്. ശരി അങ്കിൾ. ഡാ, ഈ രാത്രി നീ ഒന്നും ഒപ്പിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ. നിന്നെ ഒരിക്കൽ കൂടി വിശ്വസിച്ചാ ഞങ്ങൾ പോന്നത്, ജേക്കബ് താക്കീതോടെ പറഞ്ഞു. റാഹേലേ, നമുക്കിറങ്ങാം. റാഹേൽ അവനെ ഒന്ന് നോക്കി. ഞങ്ങൾ തിരിച്ചു വരുമ്പോ നീയും ഇവനും ഈ തറവാടും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അല്ലേ? മമ്മി! അല്ല, നീ ആയോണ്ട് വിശ്വസിക്കാൻ പറ്റില്ലേ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അവർ പറഞ്ഞതും ജെറി ചിരി കടിച്ചമർത്തി. പോടാ തെണ്ടി. ഇഷാൻ അവനെ നോക്കി പല്ല് കടിച്ചു. പാവം കൊച്ചാമി. പൊന്നുമോനെ, എന്തൊരു വിശ്വാസം. ഡാ കോപ്പേ, കൂടുതലാട്ടല്ലേ. ജെറി പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടിപ്പോയി. അവർ പോയതോടെ മെയിൻ ഡോർ പൂട്ടി ഇഷാൻ മുകളിലേക്ക് നടന്നു. ഔട്ട് ഹൗസിൽ ചെന്നപ്പോൾ ജാൻവി ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നുണ്ട്. ഹാ, മണവാട്ടിപ്പെണ്ണ് തിരക്കിലാണോ? ഇതിപ്പോ കഴിയും ആൻറ്റി. മോളാണോ മേക്കപ്പ് ചെയ്യുന്നേ? അതെ ആൻറ്റി. നമ്മുടെ വല്യപ്പച്ചൻ്റെ സെലക്ഷനാണ്. മോശമാവോ? ആളുടെ പേര് ശരണ്യ. എറണാകുളത്തുനിന്നാ, നോർത്ത് പറവൂർ. നാളെ നമുക്കെല്ലാവർക്കുള്ള മേക്കപ്പ് ഷാരുവിൻ്റെ വകയാ, അല്ലേടാ? അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ഇപ്പോ മണവാട്ടിക്കുള്ള കാര്യങ്ങൾ നടക്കട്ടെ, അപ്പോഴേക്ക് ആൻറ്റിക്ക് ഒരാളെ പരിചയപ്പെടുത്താം. വാ. സോഫി റാഹേലിനെയും കൊണ്ട് റീത്തയുടെ അരികിലേക്ക് പോയി. ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്ന റീത്തയെ കണ്ടതും റാഹേൽ മിഴിച്ചു. ഇതാരാ? ഇതാണ് ജാൻവിയുടെ അമ്മച്ചി, റീത്ത മാത്യൂസ്. ഹേ, എപ്പോ എത്തി? അപ്പച്ചൻ പറഞ്ഞു വനവാസത്തിലാണെന്ന്. അത് കഴിഞ്ഞോ? റാഹേലിന് അതിശയം. ആ, ജോപ്പൻ പറഞ്ഞു ഇനി മറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, നേർക്ക് നേർ നിന്ന് പോരാടാൻ സമയമായെന്ന്. അത് നന്നായി. ഞാൻ റീത്തയെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. എനിക്കെല്ലാം അറിയാം. പിന്നെ എൻ്റെ മോന് ഇത്തിരി എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ വെറുക്കല്ലേടോ. റാഹേൽ റീത്തയുടെ കയ്യിൽ പിടിച്ചു. എന്താടോ ഇത്? ജോപ്പന്റെ കൊച്ചുമോനെ എനിക്കറിയില്ലേ. പിന്നെ എടുത്തുചാട്ടം അത് നല്ലതാ, എന്നാലല്ലേ അവൻ ജോപ്പന്റെ കൊച്ചുമോനാകൂ.
എനിക്ക് എൻ്റെ കുഞ്ഞിനെ വെറുക്കാൻ കഴിയോടോ? റീത്ത ചിരിച്ചു. അതോടെ റാഹേലിന് പകുതി ആശ്വാസം തോന്നി. എൻ്റെ ഈശോയെ, ഇനി നാളത്തെ ചടങ്ങുകൂടി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്ന എല്ലാം ശുഭം അല്ലേ റീത്ത? അതേന്ന് അവർ ചിരിയോടെ തലയനക്കി. അവിടെ എല്ലാം ഒരുവിധം സെറ്റാക്കി റാഹേലും ജേക്കബും തിരിച്ച് തറവാട്ടിലേക്ക് പോയി. അവർ തിരികെ വന്നത് ബാൽക്കണിയിൽ നിന്നും ഈശാൻ കണ്ടു. അവൻ അത്രയും നേരം ആലോചിച്ചു നിന്നത് നടപ്പാക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ വേഗം റൂമിൽ ചെന്ന് ഉറങ്ങിക്കിടന്ന ജെറിയെ തട്ടി വിളിച്ചു. എന്താ ശ്യാമു, ഞാനൊന്ന് ഉറങ്ങട്ടെ, വല്ലാത്ത ക്ഷീണം. ജെറിക്ക് ഈർഷ്യ. എടാ, നീ ഒന്ന് എണീറ്റേ, നമുക്ക് ഒരിടം വരെയും പോകാം. ഈ നട്ടപ്പാതിരയ്ക്ക് എങ്ങോട്ട് പോകാനാ ശ്യാമു? അതൊക്കെയുണ്ട്, നീ വന്നേ. ഇഷാൻ അവനെ വലിച്ചെണീപ്പിച്ചു. ഡാ, കൊച്ചാമ്മി പറഞ്ഞതല്ലേ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന്? എടക്കോപ്പേ, അവരൊക്കെ എപ്പോഴേ വന്നു, നീ അറിഞ്ഞില്ലേ? അതെങ്ങനാ? ആന കുത്തിയാ പോലും അറിയില്ല. അതുപോലല്ലേ ഉറക്കം? നിന്റെ കൂർക്കം വലി കേട്ട് എന്റെ കിളി പോയി. ജെറി ഒന്നിളിച്ചു. അപ്പോ നീ ഉറങ്ങിയില്ലായിരുന്നോ? ഹാ, ബെസ്റ്റ്. നിന്റെ ചിഹ്നം വിളി കേട്ട് എങ്ങനെ ഉറങ്ങാനാണടാ? ഓ പിന്നെ, നിനക്കുറക്കം വരാത്തത് അതുകൊണ്ട് മാത്രമല്ലെന്നൊക്കെ എനിക്കറിയാം. ആ, അറിയാലോ. എനിക്കിനി സ്വസ്ഥമായി ഉറങ്ങണേ. എൻ്റെ പെണ്ണിൻ്റെ ചൂട് വേണം. അതിന് വല്ല ചാൻസും ഉണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്യണം. വാഴ നനയുമ്പോൾ ചീരയും നനയും. അത് വേണമെങ്കിൽ നീയും കൂടെ പോര്. അതിനാ വിളിച്ചുണർത്തിയത്. ജെറി കണ്ണ് തിരുമ്മി. വാഴ, ചീര. വാഴ നീ, ചീര ഞാൻ, അങ്ങനെയല്ലേ? എടാ കോപ്പേ, ഉപമയിൽ ഇളക്കാതെ വേണമെങ്കിൽ വരാൻ നോക്ക്. അവൻ തരംതിരിക്കാൻ നിൽക്കുന്നു. ഈശാൻ ഡ്രസ്സ് മാറിയതും ജെറിയും ചാടി എണീറ്റു. ശ്യാമു, ഞാനൊന്ന് ബ്രഷ് ചെയ്യട്ടടാ, എന്നിട്ട് വേഗം വരാം. വേഗം വാ, സമയം കുറവാ. ഈശാന് ധൃതി. ജെറി വേഗം ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങിയതും ഈശാൻ തയ്യാറായി കഴിഞ്ഞു. ജെറി പിന്നെ ഈശാന്റെ ഡ്രസ്സിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ശ്യാമു, പാൻറ് ലേശം ലൂസാണോ എന്നൊരു ഡൗട്ട്. അതൊക്കെ മതിയടാ, നീ വരാൻ നോക്ക്. അവർ പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി സ്റ്റെയർ ഇറങ്ങി തുടങ്ങി. ഒരുവിധം പൂട്ടിയിറങ്ങി അവർ പോർച്ചിൽ നിന്നും ബുള്ളറ്റ് തള്ളിയിറക്കി. ബുള്ളറ്റിൽ പറക്കുമ്പോൾ ജെറിക്ക് സംശയം. ശ്യാമു നേരെ ചെന്ന് നിൽക്കുന്നത് വല്യപ്പച്ചന്റെ മുന്നിലേക്കാണെങ്കിലോ? എടക്കോപ്പെ, കരിനാക്ക് വളയ്ക്കാതെ. സിംഹത്തിന്റെ മടയിലേക്കാ ബുള്ളറ്റും കയറി പോകുന്നത്. ഇപ്പോഴേ ഉള്ള ആത്മവിശ്വാസം കളയുന്ന വാക്കുകൾ പറഞ്ഞ് തിളച്ചു മറിയുന്ന രക്തത്തെ നീ തണുപ്പിക്കാതെ. ജെറി പൊട്ടിച്ചിരിച്ചു. അവർ ഔട്ട് ഹൗസിനരികെ ബുള്ളറ്റ് നിർത്തി ഇറങ്ങി നടന്നു. പിന്നെ വലിയ മതിൽ ചാടിക്കടന്നു. എടാ പിള്ളേരെ, നിങ്ങൾ എങ്ങോട്ടാ? ജോർജിന്റെ ശബ്ദം. ശ്യാമു, പിടിച്ചു പിടിച്ചു, വല്യപ്പച്ചൻ നമ്മളെ ഇന്ന് ശരിയാക്കും. രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു. എടാ പിള്ളേരെ, മണിയറ ഒരുക്കി കഴിഞ്ഞോ? അതിനിടയ്ക്ക് എവിടെ പോവാടാ രണ്ടും കൂടി? അതൊക്കെ സെറ്റാണ് മുതലാളി, ഞങ്ങൾ ഒരു പുകയെടുത്തിട്ട് വരാം. എടാ, വല്ല കഞ്ചാവും ആണോ? അങ്ങനെ എങ്ങാനും ആണെങ്കിൽ നിന്റെയൊക്കെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ അല്ല മുതലാളി, ഇത് വെറും കട്ടന, ഉറക്കം വരാതിരിക്കാൻ. അവർ തല ചൊറിഞ്ഞു. എടാ, അതിന് ഞാൻ നിനക്കൊക്കെ നല്ല ഒന്നാന്തരം കട്ടനിട്ട് തരില്ലേ? വെറുതെ എന്തിനാടാ ഉള്ള ശ്വാസകോശം അരിപ്പയാക്കി കളയുന്നത്?
അവന്മാർ ഒന്നിളിച്ചു. ആ ചെല്ല് ചെല്ല്. ശ്യാമു, നമ്മളെ അല്ലടാ. നീ ഒന്ന് വാ എൻ്റെ ജെറി. ഇഷാൻ ജെറിയെ വലിച്ചുകൊണ്ട് മറഞ്ഞു. എൻ്റെ പൊന്ന് ജെറി, ഒച്ച വെച്ച് കുളവാക്കരുത്. ഞാൻ എങ്ങനെയും അവളെ ഒന്ന് കണ്ടോട്ടെ. നീ പോയി നിന്റെ പെണ്ണിനെയും കാണ്. എന്നിട്ട് നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ നോക്ക്. വെറുതെ നേരവും കാലവും നോക്കി ഇരുന്ന് പണി വാങ്ങിക്കണ്ട. എന്ത് പണിയാ ശ്യാമു? എടാ, നീ നിന്റെ മനസ്സ് മൂടിക്കെട്ടി നടന്ന വല്ലവന്മാരും വന്ന് കൊത്തും. പിന്നെ കിടന്ന് മോങ്ങിട്ട് ഒരു കാര്യമില്ല. നീ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകളെ കണ്ടിട്ടില്ലല്ലോ. ജെറി തലയനക്കി. ആ, ഒന്ന് കാണണം. പൃഥ്വിരാജ് മുതൽ പ്രകാശ് രാജ് വരെയുണ്ട്. നിനക്ക് റിസ്ക് കൂടും. പോടാ തീണ്ടി, പേടിപ്പിക്കാതെ. അങ്ങനെയൊന്നും വരത്തില്ല. കർത്താവായിട്ട് കൊണ്ട് തന്നതാ, അതങ്ങനെയൊന്നും പോവില്ല. അയ്യ, എന്താ ഉറപ്പ്? എടാ ജെറി, നിനക്ക് ഈ പെൺപിള്ളേരുടെ മനഃശാസ്ത്രവും ഭൂമിശാസ്ത്രവും അറിയാത്തോണ്ടാ. അവളുമാർ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കും, എന്നാ അത് ഭാവിക്കില്ല, ചോദിക്കില്ല. നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തോണം. ഇല്ലേലോ മുഖം വേർപ്പിക്കും. പോടാ പുല്ലേ, ഭാവവും പുച്ഛവും. അനുഭവം കൊണ്ട് പറയുവാ മോനെ, വേണമെങ്കിൽ സ്വീകരിച്ചാ മതി. എടാ ശ്യാമു, പണി പാളുവോ? പാളാതിരിക്കാനാ പറഞ്ഞത്. ഈ രാത്രിയെങ്കിൽ ഈ രാത്രി തന്നെ നിന്റെ ഉള്ളിലുള്ളത് തുറന്നു പറയാൻ നോക്ക്. നീ ഈ വഴി വിട്ടോ, ഞാനേ അപ്പുറത്തൂടി പോകാം. വല്യപ്പച്ചന് ഉറക്കമില്ല. നീ മുന്നിലെങ്ങും പോയി ചാടരുത്. അഥവാ ചാടിയാ തന്നെ ഒറ്റിക്കൊടുക്കരുത്, പ്ലീസ്. എടാ, വല്യപ്പച്ചന്റെ നോട്ടത്തിന് മുന്നിൽ തളർന്നു പോകുന്ന കുഞ്ഞാടാടാ ഞാൻ. ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാ നിന്റെ എല്ലാം ഞാൻ ഊരും. മുഖം കൂട്ടിക്കൊണ്ട് ഈശാൻ ഇടത്തേക്ക് തിരിഞ്ഞു. എന്തായി തീരുമോ ആവോ? പിറുപിറുത്തുകൊണ്ട് ജെറി വലത്തേക്കും പോയി. പിന്നിലെത്തിയതും എന്തോ പുറത്തേക്ക് കളയാൻ വന്ന സോഫിയെ കണ്ട് അവന് സന്തോഷം തോന്നി. അയ്യോ പാമ്പ്! അവളൊന്ന് ചാടി. പാമ്പല്ല, ഞാനാ, ജെറി. അവൻ പറഞ്ഞതും അവൾ കഴുത്തു ചെരിച്ചു. അല്പം മറഞ്ഞു നിൽക്കുന്ന ജെറിയെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. എന്താ ഇവിടെ പതുങ്ങി നിൽക്കുന്നേ? അവൾ ചോദിച്ചതും, അയ്യോ പതിയെ ഇങ്ങ് വന്നേ, പറയട്ടെ. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ ജെറി ഈ സമയത്ത്, അതും പിന്നിലൂടെ? അവളുടെ കണ്ണുകൾ കുറുകി. സോഫി! ആരുടെയോ വിളി. അവൾ തിരിഞ്ഞു വിളി കേൾക്കാൻ തുടങ്ങിയതും ജെറി പെട്ടെന്ന് അവളുടെ വായ പൊത്തി. അവളെ വലിച്ചുകൊണ്ട് മറഞ്ഞു ഭിത്തിയിലേക്ക് ചാരി നിർത്തി. അവളോട് ചേർന്ന് നിന്നു. മിണ്ടല്ലേ പ്ലീസ്. ആ കൊച്ച് ഇങ്ങോട്ടാ വരുന്നേ. അവൻ പിടച്ചിലൂടെ നോക്കുന്നുണ്ട്. അവന്റെ ആ വെപ്രാളം, അവന്റെ ആ പ്രവൃത്തി, തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന അവന്റെ ശരീരം. അവളുടെ കണ്ണുകൾ അവനെ തന്നെ വീക്ഷിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞ് ആ കുട്ടി പോയതും അവൻ ആശ്വാസത്തോടെ അവളെ നോക്കി. പോയി? ആരാ ആ പെൺകുട്ടി? അത് ജാൻവിയെ റെഡിയാക്കാൻ വന്ന ബ്യൂട്ടീഷ്യനാ. അപ്പോഴും അവൻ അതേ നിൽപ്പ് തന്നെ ആയിരുന്നു. സോഫി, ഞാൻ വന്നതേ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഉണ്ട കണ്ണുകൾ പിടച്ചിലോടെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ അവളിൽ അടിമപ്പെട്ടു. താഴ്ന്ന കൈകൾ അറിയാതെ ഉയർന്നു. അവളുടെ മുഖം കൈകളിലെടുത്തു. അവളൊന്നുയർന്നു. സോഫി! അവളുടെ മിഴികൾ പിടച്ചു. എനിക്ക് നിന്നെ
ഒരുപാട് ഇഷ്ടമാണ്. ഇതൊന്ന് പറയാൻ ഞാൻ കുറച്ചായി ശ്വാസം മുട്ടി നടക്കുവാണ്. നിനക്കെന്നെ ഇഷ്ടമാണോ സോഫി? അവന്റെ ആ തുറന്നു പറച്ചിൽ സോഫി ആകെ കുളിര് കോരി. അവൾ വിടർന്ന കണ്ണാലെ അവനെ നോക്കി നിന്നു. സോഫി, എനിക്ക് അച്ഛനും അമ്മയില്ല. പക്ഷെ എനിക്ക് എൻ്റെ കൊച്ചാമ്മയും അങ്കിളും വല്യപ്പച്ചനും ഇഷാനും ഒക്കെയുണ്ട്. ഞാൻ അനാഥനല്ല. നിനക്കതിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം നീ വീട്ടിൽ പറയണം. ജെറിയുടെ മിന്ന് നിനക്കായി വെയിറ്റിംഗ് ആണ്. അവനത് പറയുമ്പോൾ ഒരു നിമിഷം ആ പെൺമനസ്സ് അവൻ്റെ നെഞ്ചിലേക്ക് ചായാൻ കൊതിച്ചുപോയി. ഞാൻ പോട്ടെ. അവൻ അനുവാദത്തിനായി കാത്തു. അവൾ മെല്ലെ തലയനക്കി. അവൻ ചിരിയോടെ മാറി. ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ, എനിക്ക് ഒരു ധൃതിയുമില്ല. ആലോചിക്കാൻ ഒന്നുമില്ല ചിക്ക. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. അവളുടെ മനസ്സ് ഉറക്കെ പറഞ്ഞു. ശ്യാമു വന്നിട്ടുണ്ട്. ജാൻ കിടന്നോ? ഇല്ല, ഫേസ് പാക്ക് ഇട്ട് വെയിറ്റിംഗ് ആണ്. അവൻ ഇനി എന്തെങ്കിലും ഒപ്പിക്കും മുന്നേ ഞാൻ ചെല്ലട്ടെ. അവൻ വിളിച്ചപ്പോ ഈ റിസ്ക് എടുത്തത് തന്നെ നിന്നെ ഒന്ന് കാണാനാ. നീ ഇല്ലാത്ത ആ തറവാട് എനിക്കെന്തോ ഇഷ്ടമാകുന്നില്ല. അവൻ ചിരിയോടെ ഒന്ന് കറങ്ങി. ചെല്ല്, നന്നായി ആലോചിച്ച് ഒരു റിപ്ലൈ തരൂ, ഞാൻ കാത്തിരിക്കും. അവൻ ബൈ പറഞ്ഞു പോയതും സോഫി ഭിത്തിയിലേക്ക് ചാരി നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു പോയി. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. ജെറിയുടെ ചൂട് ഇപ്പോഴും തന്നിലുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വല്യപ്പച്ചോ? ഹേ, നീയോ? നീ എന്താടാ ഇവിടെ? ഞാൻ മാത്രമല്ല, പുന്നാര കൊച്ചുമോൻ മതില് ചാടി വന്നിട്ടുണ്ട്. ഉദ്ദേശം ജാൻ. അയ്യോ, അത് കുഴപ്പമാവുമല്ലോ. എവിടെ തലതെറിച്ച സന്തതി? ദോ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏകദേശം ഇപ്പോ ജാനിന്റെ റൂമിലെത്താറായിട്ടുണ്ട്. എന്റെ കർത്താവേ! ജോർജ് വേഗം പോയതും ഒരു മൂളിപ്പാട്ടോടെ ജെറിയും പിന്നാലെ പോയി. അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന ഇഷാനെ കണ്ടതും ജെറി വിളിച്ചു. ഡാ ശ്യാമു, പണി പാളി. ഹോ, നശിപ്പിച്ചു. അവൻ തിരിഞ്ഞതും മീശ വിറപ്പിച്ച് നിൽക്കുന്ന ജോർജ്. ജാങ്കോ, ഞാൻ പെട്ടു. ആ ഡയലോഗാണ് അവന്റെ മനസ്സിൽ ഓടിയെത്തിയത്. അവൻ ജോർജിനെ നോക്കി നന്നായി ഒന്നിളിച്ചു. ഇവിടെ വാടാ. ഇഷാൻ മെല്ലെ ചാടി ചാടി അയാളുടെ മുന്നിലേക്ക് നീങ്ങി. എന്നതാടാ ഇവിടെ, അതും ഈ നേരത്ത്? അതിപ്പോ വല്യപ്പച്ചൻ അറിയില്ലേ? ഞാൻ കഴിവരുടെ മോനെ, ഒരെണ്ണം വെച്ച് തന്ന നാളെ നിന്റെ മോന്ത തെക്കോട്ട് കൂടിയിരിക്കും. പിന്നെ ഞാൻ തന്നെ വരുന്നവരോട് സമാധാനം പറയേണ്ട വരും. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. വല്യപ്പച്ച, ഞാൻ പോടാ. ജെറി, വിളിച്ചോണ്ട് പോടാ ഈ കഴിവേറിയെ. ഡാ ശ്യാമു, വാടാ. വെറുതെ തല്ല് മേടിക്കണ്ട, വാടാ. നമുക്ക് നാളെ നിന്റെ പ്ലാൻ നടപ്പാക്കണ്ടേ? അതിന് നീ ജീവനോടെ വേണ്ടേ? ഇവിടെ ഇനി നിന്ന നിന്റെ സമാധിയാ സമാധി. ജെറി അവനെ വലിച്ചെടുത്ത് നടന്നു കഴിഞ്ഞു. ബുള്ളറ്റിൽ കയറിയ ജെറി ഇഷാനെ നോക്കി. ശ്യാമു, കയറടാ. നാളെ ഒരു ദിവസം ഈ ടെൻഷന്റെ എല്ലാം ഇരട്ടി സന്തോഷമാകും നിനക്ക്. ഞാനല്ലേ പറയുന്നേ, നീ കയറടാ. ഇഷാൻ തിരിഞ്ഞൊന്ന് നോക്കി.
പിന്നെ ബുള്ളറ്റിലേക്ക് കയറി. എടാ ശ്യാമു, നിന്റെ കൂടെ വന്നോണ്ട് എൻ്റെ കാര്യം നടന്നു കേട്ടോ. ആണോടാ? നീ അവളെ കണ്ടോ? ആ, കണ്ടു, സംസാരിച്ചു. ഇനി റിപ്ലൈ കിട്ടിയാ മതി. നിന്നെ ആർക്കാടാ ഇഷ്ടമാകാത്തത്? നീ പുണ്യാളനല്ലേ ശ്യാമു? അതേടാ, നീയാ ശരിക്കും പുണ്യാളൻ. അതേസമയം ഇവരോടൊപ്പം ഉറങ്ങാതെ മറ്റൊരാളും മറ്റൊരിടത്ത്. ബെഡിൽ കിടക്കുന്ന വെഡ്ഡിംഗ് ഡ്രസ്, ആഭരണങ്ങൾ, അതിലൂടെ വിരലോടിച്ച് നിർവൃതി അടയുന്ന അല്ലു. ഇഷാൻ ശ്യാം ജേക്കബ്, അവൻ എനിക്കുള്ളത് തന്നെയാ. എടോ വല്യപ്പച്ച, തൻ്റെ പ്ലാനൊക്കെ കൊള്ളാം. പക്ഷേ അതീ അലോണയോട് വേണ്ട. ഞാൻ വരും ഇഷാന്റെ മണവാട്ടിയായി. അവളുടെ കണ്ണുകൾ ജ്വലിച്ചു. എനിക്ക് വയ്യാട്ടോ. എനിക്ക് വിസ്ഡം ടീത്ത് വരുന്നേ ഉള്ളൂ. ഈ അണപ്പല്ലേ ആരും കളിയാക്കരുത്. അതുകൊണ്ട് നല്ല വേദനയുണ്ട്. ഇനിയും വയ്യ. വോയിസ് വേണ്ടെങ്കിൽ ഒരു കുഞ്ഞു പാർട്ടൂടി തരാൻ ശ്രമിക്കാം. പക്ഷേ ലൈക്കും കമൻറ്റും വേണം. ഇല്ലെങ്കിൽ കുഞ്ഞു പാർട്ടും ഇല്ല, ഒരു കുന്തവും ഇല്ല.